അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുലാസത്തുൽ ഫിഖ് ക്ലാസ് 173. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത് അൽ ഇഅ്തികാഫു. ഇഅ്തികാഫ് ഇരിക്കലാണ്. നമ്മളൊക്കെ റമളാനിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിൻ്റെ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവരാണ്. വലിയ കൂലിയുള്ള കാര്യമാണത്. ഒഴിവ് സമയങ്ങളൊക്കെ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി പള്ളിയിലിരിക്കുക എന്നുള്ളത് യുസന്നു സുന്നത്താക്കപ്പെടും. അൽ ഇഅ്തികാഫു ഇഅ്തികാഫ് ഇരിക്കൽ സുന്നത്താക്കപ്പെടും. കുല്ല വക്തിൻ എല്ലാ സമയത്തും. അത് റമളാൻ എന്ന് മാത്രമൊന്നുമല്ല, എല്ലാ സമയത്തും ഇഅ്തികാഫ് ഇരിക്കൽ എന്താണ്? സുന്നത്താക്കപ്പെടും. എന്നാൽ വയജിബു ഇഅ്തികാഫ് ഇരിക്കൽ നിർബന്ധമായി തീരും. അതെപ്പോഴാണ്? ബിന്നദിരി ഇരുത്തത്തെ നേർച്ചയാക്കൽ കൊണ്ട്. ഞാൻ 10 ദിവസം ഇഅ്തികാഫിരിക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഒരു ദിവസം നേർച്ചയാക്കി എന്ന് നേർച്ചയാക്കി കഴിഞ്ഞാൽ, നെദറാക്കി കഴിഞ്ഞാൽ ഈ സുന്നത്ത് എന്തായി മാറി? നിർബന്ധമായി മാറുന്നതാണ്, നിർബന്ധമാകുന്നതാണ്. ഇനി എന്താണ് ഇഅ്തികാഫ്? വഹുവ ഇഅ്തികാഫിരിക്കുക എന്നാൽ അല്ലുബ്സു ഫിൽ മസ്ജിദി പള്ളിയിൽ താമസിക്കലാണ്. ഫൗഖ തുമഅ്നീനത്തി സ്വലാത്തി നിസ്കാരത്തിലുള്ള തുമഅ്നീനത്തിൻ്റെ ഖദറുണ്ടല്ലോ, ആ ഖദറിനേക്കാൾ അല്പം മുകളിലായിട്ട് എന്ത് ചെയ്യാൻ? പള്ളിയിൽ താമസിക്കലാണ്. ബിനിയത്തിഹി ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി. തുമഅ്നീനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റുക്കൂഇലേക്ക് പോകുന്നു എങ്കിൽ ആ റുക്കൂഇൽ അവൻ്റെ ശരീരത്തിൻ്റെ അനക്കോ എന്ത് ചെയ്യുക? അങ്ങനെ അടങ്ങുക. ആ ഒരു സമയം അതിനേക്കാൾ ഒരല്പം എന്ത് ചെയ്യുക? കൂടുതലുണ്ടായി, കൂടുതൽ പള്ളിയിലിരുന്നാൽ എന്തായി? ഇഅ്തികാഫിൻ്റെ കൂലി ലഭിക്കും. ഇഅ്തികാഫായി കേട്ടോ, നിയ്യത്തോടു കൂടി ചെയ്താൽ. ഇനി വൈജിബു ഫീ നിയ്യതിഹി, വൈജിബു നിർബന്ധമാണ്. ഫീ നിയ്യതിഹി ഇഅ്തികാഫിൻ്റെ നിയ്യത്തിൽ നിർബന്ധമാണ്. എന്ത്? അൽ മുഖാറനതു ലി അവ്വലിഹി ഇരുത്തത്തിൻ്റെ ആദ്യത്തോട് ചേർന്നുകൊണ്ടായിരിക്കണം, അന്വരിച്ചുകൊണ്ടായിരിക്കണം നിയ്യത്ത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വത്തഅറുളു ലിൽ ഫർളിയത്തി ഇൻകാന മൻദൂറൻ, ഈ ഇഅ്തികാഫ് നേർച്ചയാക്കപ്പെട്ട ഇഅ്തികാഫ് ആണെങ്കിൽ അവിടെ ഫർളിനെ സൂചിപ്പിക്കലും എന്താണ്? ഫർളായ ഇഅ്തികാഫ് ആണെന്ന് സൂചിപ്പിക്കലും നിയ്യത്തിൽ നിർബന്ധമാണ്. ഇഅ്തികാഫിൻ്റെ നിയ്യത്തിൽ നിർബന്ധമാകുന്നതാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ. അപ്പോന് നേർച്ചയാക്കിയ ഒരാൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ നേർച്ചയാക്കുകയാണെങ്കിൽ അവനവൻ്റെ നിയ്യത്തിൽ എന്ത് കൊണ്ടുവരണം? നവൈത്തുൽ ഇഅ്തികാഫൽ മൻദൂറ എന്നോ അല്ലെങ്കിൽ മഫ്റൂള എന്നോ എന്നവൻ കൊണ്ടുവരണം. നേർച്ചയാക്കപ്പെട്ടതായ ഇഅ്തികാഫിന് ഞാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഫർളായ ഇഅ്തികാഫിന് ഞാൻ ഇരിക്കുന്നു എന്നവൻ കൊണ്ടുവരണം. ഇനി വൽ മസ്ജിദുൽ ജാമിഉ ജുമഅത്തു പള്ളിയാണ്. ഔലാലിൽ ഇഅ്തികാഫി ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ജുമഅത്തു പള്ളിയാണ്, മസ്ജിദുൽ ജാമിഅാണ്. ഇനി വഹുവ ഇഅ്തികാഫ് ആകുന്നത് ഖിസ്മാനി, രണ്ട് വിധമുണ്ട്. ഇഅ്തികാഫ് രണ്ട് വിധമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മുത്തലഖുൻ വ മുഖയ്യദുൻ. ഒന്ന് മുത്തലഖ് എന്ന് പറയും, മറ്റൊന്ന് മുഖയ്യദ് എന്ന് പറയും. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഇത്ര സമയമെന്ന് നിബന്ധന വെക്കാത്ത ഇഅ്തികാഫ്. ഞാൻ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ് എന്ന് കരുതി, കണ്ടോ, ഇത്ര സമയമെന്ന് വെച്ചില്ല, അതിനാണ് മുത്തലഖ് എന്ന് പറയട്ടോ, നിരുപാധികം എന്നാണ് അർത്ഥം. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ ഇത്ര സമയം എന്ന്, അല്ലെങ്കിൽ ഇത്ര ദിവസം എന്ത് ചെയ്യുക? ഖൈദാക്കുക, ഒന്നിനോട് ഇത്ര സമയത്തോടെ എന്ത് ചെയ്യുക? ചേർത്തി പറയുക. ഇതിനാണ് മുഖയ്യദ് എന്ന് പറയുക. അഥവാ ഞാൻ ഒരാഴ്ച പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ കരുതി, അല്ലെങ്കിൽ നേർച്ചയാക്കി, രണ്ടും പറയാമല്ലോ. ഇങ്ങനെ രണ്ട് വിധമാണ്. ഇവിടെ തന്നെ വൽ മുഖയ്യദു, ഇവിടെ തന്നെ ഈ മുഖയ്യദായ ഇഅ്തികാഫ്, മുഖയ്യദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയണ്ടായി, സമയത്തോടെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇത്ര ദിവസം എന്നതിനോട് എന്ത് ചെയ്യുക? ചേർത്ത് പറയാം. അങ്ങനെ ആ ഇഅ്തികാഫ് മുഖയ്യദ് അത് തന്നെ നൗആനി, രണ്ട് വിധമുണ്ട്. ഒന്ന് മുത്തതാബിഉൻ വ ഗൈറു മുത്തതാബിൻ. ഒന്ന് മുത്തതാബി എന്ന് പറയും, തുടർച്ചയായി 7 ദിവസം ഞാൻ പള്ളിയിൽ ഇരിക്കാൻ കരുതി, അല്ലെങ്കിൽ നേർച്ചയാക്കി എന്ന് പറയാം. അപ്പോൾ തുടർച്ചയായിട്ട്, ഇതാണ് മുത്തതാബി എന്ന് പറയാം. വ ഗൈറു മുത്തതാബി എന്ന് പറഞ്ഞാൽ തുടർച്ചയില്ലാതെ, ഞാൻ 7 ദിവസം എന്ത് ചെയ്തു? പള്ളിയിൽ ഇരിക്കാൻ കരുതി എന്ന് മാത്രം നിയ്യത്ത് ചെയ്യുക. എങ്ങനല്ല? മുത്തതാബി ആയിട്ടില്ല, തുടർച്ചയായിട്ടില്ല. ഇതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഈ വ്യത്യാസമൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെ രണ്ട് വിധം മുഖയ്യദിൽ തന്നെയുണ്ട്. ഇനി ഫൽ മുത്തലഖു, അപ്പോൾ മുത്തലഖായ ഇഅ്തികാഫ് സമയത്തോടോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തോടോ ചേർത്ത് പറയാത്ത
എഴുത്തിക്കാഫിരിക്കുന്ന വ്യക്തി, ആ മുത്തലഖായ എഴുത്തിക്കാഫ് യൻഖതിഉ അത് മുറിഞ്ഞു പോകും. പള്ളിയിൽ നമ്മൾ എഴുത്തിക്കാഫിരുന്നു, എന്നാൽ ആ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും. എങ്ങനെ? ബിഖുറൂജിഹി അവൻ പുറത്തു പോകൽ കൊണ്ട്, മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന്, ബിലാ അസ്മി ഔദിൻ ഞാൻ മടങ്ങി വരുമെന്ന ഉറപ്പില്ലാതെ അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ എന്തായി? ആ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോയി. ഞാൻ നിരുപാധികം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ കരുതി, അങ്ങനെ അവൻ ഇരിക്കുന്നതിൻ്റെ ഇടക്ക് പള്ളിയിൽ നിന്ന് പുറത്തു പോകുക. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവൻ എന്തുറപ്പിച്ചില്ല? ഞാൻ അല്പം കഴിഞ്ഞാൽ മടങ്ങി വരും എന്ന് അസുമില്ലാതെ, ഉറപ്പില്ലാതെ അവൻ എന്ത് ചെയ്തു? അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ എഴുത്തിക്കാഫ് മുറിഞ്ഞുപോയി. പിന്നെ അവൻ എന്ത് ചെയ്യണം? പള്ളി കയറി വന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം? എഴുത്തിക്കാഫിൻ്റെ നിയ്യത്ത് വെക്കണം, എന്നിട്ട് ഇരിക്കണം. എന്നാൽ എഴുത്തിക്കാഫ് കിട്ടും കേട്ടോ. രണ്ടാമതും എഴുത്തിക്കാഫ് ഇരിക്കാൻ ഉദ്ദേശിച്ചാലേ. ഇനി വക്കത ഇതുപോലെ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും. ഇപ്രകാരം അൽ മുഖയ്യദു ഏതും എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും. എപ്പോൾ? ഇദാ കാന ഖുറൂജുഹു ഇവൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകലായാൽ ലിഗൈരി ഖലാഇൻ എന്താവശ്യത്തിനല്ല? ഖലാഇൻ്റെ ആവശ്യത്തിനല്ല, ബാത്റൂമിൽ പോകണം. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മുഖയ്യദായ എഴുത്തിക്കാഫ് ഇരിക്കുന്നവനും പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെയും എന്ത് ചെയ്യും? എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകുന്നതാണ്. അവൻ്റെയും എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകുന്നതാണ്. ഇനി നോക്കൂ, ഫഇൻ ഖറജ അപ്പോൾ ഒരാൾ പുറത്തു പോയി, ബിഅസ്മി ഔദിൻ അവൻ മടങ്ങി വരുമെന്ന ഉറപ്പോടു കൂടിയാണ് എന്ത് ചെയ്തത്? പള്ളിയിൽ നിന്ന് പുറത്തു പോയത്. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ തന്നെ തിരിച്ചു വരുമെന്ന അസ്മോടുകൂടി, ഉറപ്പോടുകൂടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ലം യൻഖതി മുത്തലഖൻ നിരുപാധികമാണ് ആയ നിലക്ക് അവൻ്റെ എഴുത്തിക്കാഫ് മുറിഞ്ഞിട്ടില്ല. അത് ഇനി മുഖയ്യദാണെങ്കിലും ശരി, മുത്തലഖാണെങ്കിലും ശരി, ഇങ്ങനെ ഉറപ്പോടുകൂടെയാണ്, മടങ്ങി വരുമെന്ന ഉറപ്പോടുകൂടി ഒരാൾ പുറത്തു പോയാൽ അവൻ്റെ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകുന്നതല്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മസലകളാണ്. ഇനി നോക്കൂ, വൽ മുത്തതാബിഉ തുടർച്ചയായി എഴുത്തിക്കാഫ് ഇരിക്കാൻ ഉദ്ദേശിച്ച ആള്, മുത്തതാബിയാണ് അയാൾ, തുടർച്ചയായിട്ട് 7 ദിവസം അങ്ങനെ കരുതിയ ആളാണ് എങ്കിൽ യൻഖതിഉ അയാളുടെ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും. ബിഖുറൂജിഹി അവൻ പുറത്തു പോകൽ കൊണ്ട്, ലിഗൈരി ഉസ്രിൻ ഒരു പ്രതിബന്ധവും ഇല്ലാതെ എന്ത് ചെയ്തു? പ്രതിബന്ധത്തിനല്ലാതെ അവൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായി പോകും? ഈ മുത്തതാബിന്റെ തുടർച്ചയായി ഇരിക്കണം എന്ന് കരുതി അവൻ്റെ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും. എന്തൊക്കെയാണ് ഉസ്ർ പ്രതിബന്ധങ്ങൾ? വമിനൽ ഉസ്രി ഈ പ്രതിബന്ധങ്ങളിൽ പെട്ടതാണ് ഒന്ന് ഖളാഉ ഹാജത്തിൻ, ഖളാഉൽ ഹാജത്തിന് വേണ്ടി പുറത്തു പോകുക. കക്കൂസ് പോണ്ടേ, ബാത്റൂമിൽ പോകണ്ടേ, അതാണ് ഖളാഉൽ ഹാജത്ത്. മറ്റൊന്ന് ഗുസ്ലുൽ ജനാബത്തിൻ ജനാബത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് അതിന് പോയി വന്നതുകൊണ്ട് അവൻ്റെ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകുന്നതല്ല. അതൊക്കെ ഉസ്റിൽ പെട്ടതാ. അതുപോലെ തന്നെ ഇസാലത്തു നജാസത്തിൻ നജാസ നീക്കുക, ശരീരത്തിൽ നജസായി. അതുപോലെ തന്നെ വാക്കുലു ത്വാമിൻ അവന് ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? പുറത്തു പോയി. അങ്ങനെ അവൻ തിരിച്ചു വന്നാൽ പിന്നെ അവൻ എന്ത് ചെയ്യുക? തുടർച്ചയായി എഴുത്തിക്കാഫ് അങ്ങനെ അവൻ ഉദ്ദേശിച്ച ദിവസം പൂർത്തിയാക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പറയപ്പെട്ട ഉസ്റുകളൊന്നും അല്ലാത്ത ആവശ്യത്തിന് അവൻ എന്ത് ചെയ്തു? അങ്ങോട്ട് പുറത്തുപോയി. ഇനി അവൻ മടങ്ങുക എന്ന ഉറപ്പോട് കൂടെയാണെങ്കിൽ പോലും പുറത്തു പോയാൽ അവൻ്റെ എഴുത്തിക്കാഫ് എന്ത് ചെയ്യും? മുറിഞ്ഞു പോകുന്നതാണ്. ഇനി നോക്കൂ, വത്തതാബുഉ ഈ തുടർച്ചയായി എഴുത്തിക്കാഫ് ഇരിക്കുന്ന ആള്, ഈ തുടർച്ചയായിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഈ ചങ്ങാതി ഉണ്ടല്ലോ, ഈ മുത്തതാബിഅ് ലാ യജിബു നിർബന്ധമാകുന്നതല്ല, ഇല്ലാ ലിനദിരിഹി തുടർച്ചയായി എഴുത്തിക്കാഫ് ഇരിക്കുക എന്ന വിഷയം ഉണ്ടല്ലോ, 7 ദിവസമൊക്കെ അല്ലെങ്കിൽ 14 ദിവസം. ഇങ്ങനെ ഈ തുടർച്ച ലാ യജിബു തുടർച്ച നിർബന്ധമാകൂല, ഇല്ലാ ബിനദിരിഹി എന്തുകൊണ്ടല്ലാതെ? അവൻ നേർച്ചയാക്കൽ കൊണ്ടല്ലാതെ, ലഫ്ലൻ അവൻ വായ കൊണ്ട് തന്നെ എന്താക്കണം? പറഞ്ഞ് വായ കൊണ്ട് ഉച്ചരിച്ച് നേർച്ചയാക്കണം. ഞാൻ 7 ദിവസം തുടർച്ചയായിട്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ കരുതി എന്ന് പറഞ്ഞവനാണ് ഇങ്ങനെ തുടർച്ചയായിട്ടിരിക്കേണ്ടത് കേട്ടോ. ഇതാണ് ആ പറഞ്ഞത്. വയജൂസു ഫിൽ മുത്തതാബിഇ ഈ മുത്തതാബിആയ തുടർച്ചയായ ദിവസങ്ങളിൽ എഴുത്തിക്കാഫിരിക്കാൻ ഉദ്ദേശിച്ച ആളുണ്ടല്ലോ, അവർക്ക് ജായിസാണ് അത്. വലവു മൻസൂറൻ അത് നേർച്ചയാക്കപ്പെട്ടതാണെങ്കിലും ശരി, നേർച്ചയാക്കപ്പെട്ടതാണെങ്കിലും ശരി അയാൾക്ക് ജായിസാണ്. എന്ത്? ഖുറൂജുഹു അവൻ പുറത്തു പോകൽ, ലിമസ്തസ്നാഹു അവൻ ഇസ്തസ്ന ചെയ്ത, അവൻ ഒഴിവാക്കി പറഞ്ഞ ചില സംഗതികളുണ്ട്, ആ സംഗതികൾക്ക് വേണ്ടി പുറത്തു പോകൽ എന്താണ്? ജായിസാണ്. അതെന്താണ്? മിൻ ഗറളിൻ മുബാഹിൻ
മഖ്സൂദിൻ ഉദ്ദേശിക്കപ്പെട്ട ഹലാലായ ചില ആവശ്യങ്ങൾ ഓൻ അവൻ നേർച്ചയാക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ തുടർച്ചയായി 7 ദിവസം അള്ളാഹുവിൻ്റെ പള്ളിയിൽ എഴുത്തിക്കരിക്കാൻ നേർച്ചയാക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറഞ്ഞു, എൻ്റെ വാപ്പ രോഗിയാണ്, രോഗ സന്ദർശനത്തിനും രോഗിയെ ശുശ്രൂഷിക്കാൻ ഞാൻ എന്ത് ചെയ്യും പോകും എന്നവൻ എന്ത് ചെയ്തു ഈ വിഷയത്തെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലായ വിഷയം കൂടിയാണല്ലോ. ആ വിഷയങ്ങൾക്ക് വേണ്ടി അവൻ പുറത്തു പോകൽ എന്താണ് മുത്തതാബി ആയ എഴുത്തിക്കാഫിരിക്കുന്നവൻ ജായിസാണ്, അതുകൊണ്ട് കുഴപ്പമുള്ളതല്ല. അതാണ് ആ പറഞ്ഞത്. ഇനി വൽ മൻദൂറു നേർച്ചയാക്കപ്പെട്ട എഴുത്തിക്കാഫിരിക്കുന്നവൻ, അത് തന്നെ അൽ മുഖയ്യദു ഏതാണ്? ദിവസങ്ങളെ കൈതാക്കിയ ആളാണ്, സമയങ്ങളെയൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂർ എന്നൊക്കെ എന്ത് ചെയ്തു കൈതാക്കി എഴുത്തിക്കാഫിരിക്കലിനെ നേർച്ചയാക്കപ്പെട്ട വ്യക്തി യജിബു നിർബന്ധമാകും, ഇസ്തീനാഫുഹു അയാൾക്ക് എഴുത്തിക്കാഫ് തുടങ്ങൽ നിർബന്ധമാകും, ഇതം കഥ അതെന്തായി പോയാൽ മുറിഞ്ഞു പോയാൽ, എഴുത്തിക്കാഫ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും അതിനാദ്യം തുടങ്ങൽ എന്താണ് നിർബന്ധമാണ് കേട്ടോ. അതുപോലെ തന്നെ വഖളാഉ സമനിൽ ഉദ്രി ത്വവീലി ഹൈസു ലം യൻഖതി, ഇനി മുറിഞ്ഞു പോകുന്ന രൂപത്തിലല്ല, മുറിഞ്ഞു പോയിട്ടില്ലെങ്കിലും ശരി ത്വവീലായ കാലം, പിന്നെ ഉദ്ർ പ്രതിബന്ധം ഉണ്ടായ കാലം, ദീർഘമായ പ്രതിബന്ധമുള്ള കാലം, ദീർഘമായ ദിവസം എന്ത് ചെയ്തു പ്രതിബന്ധം, അവന് ഉദ്രനാൽ അവന് എഴുത്തിക്കാവ് നഷ്ടപ്പെട്ടു, ആ സമയത്തുള്ളതിനെ ഖളാ വീട്ടലും അയാൾക്ക് എന്താണ് നിർബന്ധമായി തീരും കേട്ടോ. ഇതാണ് പറഞ്ഞത്. ഇനി വയബുത്തുലുൽ എഴുത്തിക്കാഫു എഴുത്തിക്കാഫ് ബാത്തിലാകും ബിജമീഇ അൻവാഇഹി, എഴുത്തിക്കാഫിൻ്റെ ഏത് നൗആണെങ്കിലും ശരി. നമ്മൾ പലതും പറഞ്ഞല്ലോ, മുത്തലഖ്, മുഖയ്യദ്, പിന്നെ മുത്തതാബി എന്നൊക്കെ പറഞ്ഞില്ലേ, ഗൈറു മുത്തതാബി എന്നൊക്കെ പറഞ്ഞു, ഏതാണെങ്കിലും ശരി എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും. ബിജിമാഇൻ സംയോഗം ചെയ്യലുകൊണ്ട്, വസ്തിമിനാഇൻ മുഷ്ടിമൈദനം ചെയ്യലുകൊണ്ട്, വ ഇൻസാലിൻ ബിമുബാശറത്തി മഅ ശഹവത്തിൻ ശഹവത്തോടുകൂടി വികാരത്തോടുകൂടിയുള്ള ഇണങ്ങിച്ചേരൽ കൊണ്ട്, പിന്നെ ബീജം പുറപ്പെടൽ കൊണ്ടും ഇന്ദ്രിയം പുറപ്പെടൽ കൊണ്ടും എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും. വരിദ്ദത്തിൻ മുർത്തദ്ദാകൽ കൊണ്ടും, വഹൈലിൻ ഹൈല് രക്തം പുറപ്പെടൽ കൊണ്ടും, ഏത് ഹൈല് തഖ്ലു അൻഹു ആ ഹൈലിനെ തൊട്ട് ഒഴിവാകും. മുദ്ദത്തുൽ എഴുത്തിക്കാഫി എഴുത്തിക്കാഫിൻ്റെ കാലം ഗാലിബൻ കൂടുതലും അവളുടെ ഇദ്ദയുടെ പീരിയഡ് കാരണം എഴുത്തിക്കാഫിൻ്റെ കാലം നഷ്ടപ്പെട്ടു പോകുന്ന ഹൈലുള്ള പെണ്ണാണെങ്കിൽ പിന്നെ അവളും എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് കേട്ടോ. അതുകൊണ്ടും എന്ത് ചെയ്യും? എഴുത്തിക്കാഫ് ബാത്തിലായി പോകും കേട്ടോ. അതായത് ഒരു പെണ്ണിന് ഹൈലിൻ്റെ അക്സർ 15 ദിവസം അവൾക്ക് ഹൈലാണ്, അവളാണെങ്കിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കിയത് 10 ദിവസമാണ്. അപ്പോൾ പൂർണ്ണമായും എന്തായിപ്പോയി? ഹൈലിൻ്റെ പീരിയഡ് ആയതുകൊണ്ട് അവൾക്ക് എഴുത്തിക്കാഫ് ഇരിക്കാൻ കഴിയില്ലല്ലോ. അതോടുകൂടി അപ്പോൾ ആ സ്ത്രീക്ക് ഹൈല് വന്നാൽ അപ്പോൾ തന്നെ അവളുടെ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോയി. അവൾ എന്ത് ചെയ്യണം? ആദ്യം ഇരിക്കണം. വനിഫാസിൻ നിഫാസ് രക്തം വരുന്ന പെണ്ണും അതോടുകൂടി എന്ത് ചെയ്യും? മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ ഹുറുജിഹവൻ പുറത്തുപോയി മിന്ന ഗൈരി ഉദ്രിൻ ഒരു ഉദ്റുമില്ലാണ്ട് പള്ളിയിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്തങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യണം? എഴുത്തിക്കാഫ് അതോടുകൂടി ബാത്തിലായി പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.